കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലം ഏറ്റെടുത്ത് പണം കൈമാറി വർഷം കഴിഞ്ഞിട്ടും ഹൈവേയുടെ നിർമ്മാണം തുടങ്ങാത്തതിനെതിരെ മലപ്പുറം എംപി ടി മുഹമ്മദ് ബഷീർ. NHAയുടെ അനാസ്ഥയും താൽപര്യക്കുറവുമാണ് പദ്ധതി വൈകിപ്പിക്കുന്നത്. ഇനിയും വൈകിയാൽ ചെലവിരട്ടിയാകും. പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ വീടുകളിലും കെട്ടിടങ്ങളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിവാണ്. NHAയ്ക്ക് വീട് കൊടുത്തതുകൊണ്ട് പ്രദേശവാസികൾക്ക് ഇടപെടാനും കഴിയുന്നില്ല. പദ്ധതി എത്രയും വേഗം പ്രാവർത്തികമാക്കാൻ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നും ടി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. മലപ്പുറം എംപി ശ്രീ ടി മുഹമ്മദ് ബഷീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബഷീർ, ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഒരു വിഷയം അതങ്ങ് വളരെ ഗൗരവത്തിൽ തന്നെ മന്ത്രിതലത്തിലും ഉന്നയിച്ചു കഴിഞ്ഞല്ലോ. എന്താണ് നിലവിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ്? അതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ശരിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ബന്ധപ്പെട്ടവരും പറയേണ്ട. അതിപ്പോൾ പറയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെന്ന് പറയുന്നത് വളരെ വലിയ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. സാധാരണ ഇപ്പോൾ NHന്റെ ഒരു ഇത് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വലിയ ആവേശമാണ്. അങ്ങനെയാണ് ഇവിടെയും വന്നത്. കോമ്പൻസേഷൻ റേറ്റ് എല്ലാം തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തി. അപ്പോൾ ഇതിൽ കോഴിക്കോട്, മലപ്പുറം, പിന്നെ പാലക്കാട് ഈ 3 ജില്ലകളിലെ ഏരിയയിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഇതിൽ മലപ്പുറത്തിൻ്റെത് ഏതാണ്ട് 100% തന്നെ എക്കോസിസ്റ്റം നടപടി പൂർത്തിയായി. ഈ പാലക്കാട് 70 മുതൽ 80 വരെയുള്ള %, ബാക്കി ഏത് സമയത്തും ചെയ്യാവുന്ന കാര്യമുള്ളൂ. കോഴിക്കോടും ഏറെക്കുറെ ഇതാകും. അപ്പോൾ അതിന് പൈസ കൊടുത്തു, പൊസഷൻ എടുത്തു. പക്ഷേ പൈസ ഇതെടുത്ത് നമ്മുടെ കയ്യിലുള്ള ഭൂമി, ഈ ഭൂമി അവിടെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, മറ്റു പലതുണ്ടല്ലോ. സർക്കാരിൻ്റെത് എന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യം അങ്ങനെയാണെന്നുള്ളൊരു നിലയിൽ വന്ന് പല നിലയിലുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസൊക്കെ തന്നെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥിതി വരെ വന്നു. ധാരാളം വാർത്തകൾ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. 121 കിലോമീറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 121 കിലോമീറ്റർ ഇത്രയും സ്വത്ത് നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അതിൻ്റെ പ്രധാന കടമ കടന്നിട്ടും അത് നിർമ്മാണ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇത് കഴിഞ്ഞ സെഷനിൽ തന്നെ പല ഘട്ടങ്ങളായിട്ട് ഞാനും ഉന്നയിച്ചിരുന്നു. പോരാത്തതിന് നമ്മുടെ കേരളത്തിലെ ഈ ഏരിയയിലുള്ള MP മാരൊക്കെ തന്നെ ഈ കാര്യം സജീവമായിട്ട് ഉന്നയിച്ചു. അപ്പം CM വിളിച്ചു കൂട്ടി ഇന്നലത്തെ യോഗത്തിൽ ഞാനത് വളരെ ഗൗരവമായിട്ട് അത് ഉന്നയിച്ചു. അതിൽ ഓരോ അജണ്ടയും വെവ്വേറെ എടുത്ത് സംസാരിച്ച സംഗതിയിൽ ഈ നാഷണൽ ഹൈവേൻ്റെ കാര്യമാണ് ഏറ്റവും അധികം എടുത്തത്. നമ്മളത് മാത്രമല്ല, NHA ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഗതികളുമുണ്ട്. അപ്പോൾ ഇത് സാവകാശം കിട്ടിയപ്പോൾ അത് സംസാരിച്ചു. CM അത് വളരെ കൺവീൻസ് ചെയ്യും. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് CM തന്നെ നിർദ്ദേശം കൊടുത്ത് അതിൻ്റെ മോണിറ്ററിങ് അടക്കം നടത്താൻ പറ്റുന്ന വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് CM വളരെ കൺവിൻസിംഗ് ആയി. അതിനാവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാം. ഉന്നതതല യോഗം ഉടനെ തന്നെ വിളിച്ചു കൂട്ടി ഇതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യാവുന്നത്. മാത്രമല്ല, ഇതിൽ വേറൊരു സംഗതിയുണ്ട്. ഇത് നീണ്ടുപോയിരുന്നാൽ ഇതിൻ്റെ എസ്കലേഷൻ കോസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ട എസ്റ്റിമേറ്റ് ആയിരിക്കില്ല. കുറച്ചും കൂടി റിവൈസ് ചെയ്ത് വന്നാൽ അതിന് പിന്നെയും കുറേ കടമകൾ കിടക്കാനുണ്ടോ. അങ്ങനെ ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട് സജീവമായിട്ട്. ഞങ്ങളിപ്പോൾ നാളെ പോവുകയാണ്. 20-ാം തീയതി പിന്നെ പാർലമെൻറ്റ് തുടങ്ങുകയാണ്. ആ പാർലമെൻറ്റ് സെഷനിലും തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ ഏരിയയിലെ MP മാരെ അവരും കൂടി കൂട്ടി യോജിപ്പിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് മിനിസ്റ്ററെ കാണാനും മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി വിശദീകരിക്കാനൊക്കെ തന്നെ മുന്നോട്ട് വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.